UK-ൽ ഫാമിലിയായിട്ട് ഫിഷിംഗ് പരിപാടികളൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ തന്നെ ബാർബിക്യൂവും നല്ലൊരു പാർക്കിൽ പിള്ളേർക്ക് കളിക്കാനൊക്കെ പറ്റിയ ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് അറിയാവുന്നവരുണ്ടാവാം, ഇതറിയാത്തവർക്കുള്ളൊരു വീഡിയോ ആണ്. ഇത് കോട്സ് വേൾഡിനകത്ത് ബൈബ്രി ട്രോട്ട് ഫാം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഫ്രീ ഒക്കെയാണ് ആക്ച്വലി പാർക്കിംഗ്. ഇവിടുത്തെ എൻട്രി ഫീ 750 ആണ് ഒരു അഡൽറ്റിന്, പിന്നെ അതുപോലെ തന്നെ £5 കിഡ്സിനും. നമ്മൾ കയറുമ്പം തന്നെ അവരൊരു സീലൊക്കെ വെച്ച് തരും. അപ്പോൾ നമ്മളിവിടെ എൻട്രായി എന്നുള്ളൊരു സമ്മതമായി. അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല സ്പേസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ലേക്കും, പിന്നെ ഒപ്പം നല്ല സീനറിക്കാണ് ആക്ച്വലി. അവിടെ ലൈവിൽ കാണുമ്പോൾ ഉള്ളൊരു സുഖം അടിപൊളിയാണ്. ഇവിടെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ബാർബിക്യൂ ഒക്കെ ചെയ്ത് മീൻ പിടിച്ച് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഈ കാണുന്ന പോലുള്ള സെറ്റപ്പ് നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇത് ബാർബിക്യൂ ബ്രിക്കും പിന്നെ ഒപ്പം നമുക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റിയും അവർ തരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിന് ഞങ്ങൾ പേ ചെയ്ത് £90 ആയിരുന്നു. അപ്പോൾ £90 ഇത് വർത്താണ്. ഒരു 10-15 പേരോളം ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇത്രയും പേർക്ക് ഈ ഫുഡും സാധനങ്ങളെല്ലാം വയ്ക്കാനൊക്കെ പറ്റിയൊരു ഐഡിയലായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മൾ ചാർക്കോൾ കാര്യങ്ങൾ പിന്നെ ചിക്കനൊക്കെ നമ്മൾ കൊണ്ടുവന്നതിനൊക്കെ ഒന്ന് ബാർബിക്യൂ ചെയ്യാനൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഫിഷിംഗ് പരിപാടിക്ക് പോയി. അപ്പോൾ ഫിഷിങ്ങിന് പോകുമ്പോൾ അവിടെ നമുക്കൊരു വീഡിയോ ഒക്കെ കാണിക്കും. നമ്മൾ ആ വീഡിയോ കണ്ടതിന് ശേഷം അവർ അവരുടെ ടൂൾസും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ആക്ച്വലി നമുക്ക് തരുന്നതെന്ന് പറയുമ്പോൾ ഫിഷിംഗ് റോഡും പിന്നെ ഫിഷിൻ്റെ നെറ്റുമാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഫിഷ് കിട്ടിയ ആവേശത്തിലൊക്കെ എടുത്ത് തൂക്കിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് അവിടെ സ്റ്റാഫൊക്കെ ഓടി വന്നു. സംഭവം ഇങ്ങനെയല്ല, ഫിഷ് പിടിച്ച ഉടനെ തന്നെ അതിൻ്റെ നെറ്റിനകത്തോട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹുക്ക് തെറിച്ചു എല്ലാവരുടെയും ദേഹത്തുണ്ടായുള്ള സേഫ്റ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ പുള്ളി എങ്ങനെയാണ് ഇത് കൊല്ലേണ്ടതെന്നൊക്കെ ഉള്ള ചെറിയ ട്രെയിനിങ് ഒക്കെ തന്നു. സത്യത്തിൽ വീഡിയോ കാണാത്തതിൻ്റെ കുഴപ്പമാണ്, മര്യാദ കണ്ടിരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലായിരുന്നേനെ. അപ്പോൾ എനിവേ സംഭവം ഞങ്ങൾ ഒരു ഫിഷ് നമ്മൾ പിടിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് വെയ്റ്റിനുള്ള പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഒന്നിന് ഏകദേശം ഒരു 10-12 പൗണ്ടിനുള്ളിൽ വരും. നമ്മളൊരു ഏകദേശം ഒരു 7 മീൻ മേടിച്ചു. പിന്നെ അവർ തന്നെ ക്ലീനിങ് ഫെസിലിറ്റിയൊക്കെ ഇവിടെ തരുന്നുണ്ട്, അതിനുള്ള ഓപ്ഷൻ. നമ്മൾ ക്ലീനിങ് അവരുടെ തന്നെ ചെയ്തു. പിന്നെ നമ്മുടേതായിട്ടുള്ള വരയും കുറിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ കട്ടിങ്ങൊക്കെ ചെയ്തു. പിന്നെ എന്താ പറയുക, ഇവിടെ നമുക്ക് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊണ്ടുവരാം, അതിനൊന്നും ഒരു തടസ്സമില്ല. മ്യൂസിക് സെറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എൻജോയ് ചെയ്യണമെന്നുള്ളവർക്ക് അത് ചെയ്യാം. ഫിഷ് സാൽമൻ്റെ ഒരു ടേസ്റ്റ് ആണെങ്കിലും സംഭവം ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പൊടിഞ്ഞൊക്കെ പോയി, എങ്കിലും സംഭവം അത്യാവശ്യം നന്നായിരുന്നു. അപ്പോൾ ഒരു 1 ഡേ ഔട്ടിന് വേണ്ടി വർത്തായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഫാമിലിയായിട്ട്, പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ആർ ഫാമിലി എങ്ങനെയായാലും വരാൻ പറ്റിയൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പോയിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളും ഷെയർ ചെയ്യുക. ഓക്കെ.